ഹലോ നമസ്കാരം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുട്ട വെച്ചിട്ടുള്ള തോരനാണ്. പരിഞ്ഞിയിലെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ചിലയിടത്ത് പനഞ്ഞിയിലെന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 20 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചതച്ചെടുക്കണം. പിന്നെ ഞാൻ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിഞ്ഞിയിൽ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ അയില വെട്ടിയപ്പോൾ കിട്ടിയ പരിഞ്ഞിയിലാണ്. ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിയതിന് ശേഷം ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞെടുത്ത ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതായിട്ട് അരിയണ്ട, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റുന്നില്ല, ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വഴറ്റുന്നേ ഉള്ളൂ. ഇത്രയും വഴണ്ടാൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് ചേർക്കണേ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയും നമുക്കിതിലേക്ക് ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങ നല്ലതുപോലെ ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പരിഞ്ഞിയിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഉടയ്ക്കൊന്നും ചെയ്യരുത്. അങ്ങനെ ഈ തേങ്ങ എല്ലാം കൂടെ പൊത്തി വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഈ പരിഞ്ഞിയിൽ ഈ തേങ്ങയുടെ അകത്താക്കി ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കുക. എന്നിട്ട് കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. അടി പിടിക്കാതിരിക്കാൻ മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി. 10 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പരിഞ്ഞിയിലൊക്കെ വെന്തിട്ടുണ്ട് നല്ലതുപോലെ. ഇനി നമുക്ക് ഈ പരിഞ്ഞിയിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാടിട്ട് പൊടിക്കേണ്ട, ചെറിയ കഷ്ണങ്ങളാക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. ഇനി കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങയൊക്കെ നല്ല മൂപ്പിച്ചെടുക്കുക. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. തീ കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്, കരിഞ്ഞു പിടിക്കാതെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇത് ഇപ്പം നല്ലതുപോലെ ഇത് തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമ്മുടെ പരിഞ്ഞിൽ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിക്കാണെങ്കിൽ എത്ര കുറച്ച് പരിഞ്ഞിൽ കിട്ടിയാലും ഞാനിതുപോലെ ഉണ്ടാക്കും. നമ്മൾ ഒരു തവണയെങ്കിലും കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.